നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് മാർച്ച് 5-6 തീയതികളിലാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തുക. സാമുദായിക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി വികസന രേഖയുടെ പ്രകാശനവും നിർവഹിക്കും. സാമുദായിക നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും വികസന രേഖയുടെ പ്രകാശനവും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. മാർച്ച് 5-6 തീയതികളിലായിരിക്കും പ്രധാനമന്ത്രി കൊച്ചിയിലെത്തുക. ഇതിനു മുന്നോടിയായുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ നാളെ നേതാക്കളുമായി ഓൺലൈനിൽ യോഗം നടക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമുണ്ടാവുക. BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കും പ്രചാരണത്തിനുമുള്ള തുടക്കവും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ഉണ്ടാകും. കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി ക്രൈസ്തവ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള സാമുദായിക നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. സീറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട്ടെ സെന്റ് തോമസ് മൗണ്ടിലെത്തി ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലുമായി കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ക്രൈസ്തവർക്ക് മൈക്രോ മൈനോറിറ്റി പദവി എന്ന ആവശ്യം സീറോ മലബാർ സഭ കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ വയ്ക്കുകയും പരിഗണിക്കാമെന്ന ഉറപ്പ് കേന്ദ്രമന്ത്രി നൽകുകയും ചെയ്തിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, 2020 പ്രസിഡന്റ് സാബു എം ജേക്കബ്, BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. This is for the first time we are entering into this election to form the government, to change the political landscape of Kerala. Because Kerala is very unique state in our country. Kerala has huge potential from human capital to the landscape. God has gifted so much to Kerala. Not only beautiful, but it's a very resourceful. People are hardworking, educated and very talented. But Kerala always lacked the right government who can drive the energy and take Kerala to next level of prosperity. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സഭാമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തി പ്രശ്നങ്ങളും ആവശ്യങ്ങളും കേൾക്കും. ധീവരസഭ എറണാകുളം മറൈൻ ഡ്രൈവിൽ മാർച്ച് 6 വൈകിട്ട് 4 സംഘടിപ്പിക്കുന്ന സുവർണ ജൂബിലി സമ്മേളനവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ജനം, കൊച്ചി.